തിരുവനന്തപുരം നഗരത്തിലെ ലഹരി മാഫിയകളെ പിടികൂടാൻ പുതിയ പദ്ധതിയുമായി സിറ്റി പോലീസ്. മയക്കുമരുന്ന് സംഘങ്ങളെ പിടികൂടാനുള്ള ഓപ്പറേഷൻ കോബ്ര പൊളിഞ്ഞതിനു പിന്നാലെയാണ് പുതിയ പദ്ധതിയായ ഓപ്പറേഷൻ ബോൾട്ട് നടപ്പാക്കുന്നത്. 48 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ ലഹരിമരുന്ന് സംഘങ്ങൾ ഉൾപ്പെട്ട 2 കൊലപാതകങ്ങളാണ് നഗരത്തിൽ നടന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജില്ലയിൽ എക്സൈസ് അറസ്റ്റ് ചെയ്തത് 325 പേരെ. 299 കേസുകളിലായാണ് അറസ്റ്റ്. 91 കിലോ കഞ്ചാവും 20 കിലോ ആഷിഷും പിടിച്ചെടുത്തു. 977 ലഹരി ഗുളികകളും 166 ഗ്രാം LSD സ്റ്റാമ്പുകളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട 112 വാഹനങ്ങളും പിടികൂടി. മെഡിക്കൽ കോളേജ് പോലീസ് ഒരു കേസിൽ മാത്രം 350 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. ശരിയായ നടപടിക്രമം പാലിക്കാത്തതിനാൽ മെഡിക്കൽ കോളേജ് പോലീസിന്റെ കേസിൽ കോടതി കുറ്റപത്രം തള്ളുന്ന സാഹചര്യമുണ്ടായി. പുതിയ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിച്ചതുകൊണ്ട് മാത്രമാണ് ആ കേസിൽ പ്രതികൾ രക്ഷപ്പെടാത്തത്. 6 മാസത്തിനിടെ എക്സൈസ് രജിസ്റ്റർ ചെയ്യുന്നതിലും ഇരട്ടിയിലധികം കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട്. എന്നാൽ പിടികൂടുന്ന വിൽപ്പനക്കാർക്കപ്പുറത്തേക്ക് മയക്കുമരുന്ന് ശൃംഖലയിലെ വൻ തോക്കുകളെ തൊടാൻ പോലും സാധിച്ചിട്ടില്ല. നഗരത്തിൽ മാത്രം 150ഓളം മയക്കുമരുന്ന് വിൽപ്പനക്കാർ ഉണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. ഓപ്പറേഷൻ ബോൾട്ട് എന്ന പേരിൽ പുതിയ പദ്ധതി നടപ്പാക്കി മുഴുവൻ കഞ്ചാവ് വിൽപ്പനക്കാരെയും പിടികൂടാനാണ് തീരുമാനം. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് സിറ്റി പോലീസ് നടപ്പാക്കിയ ഓപ്പറേഷൻ കോബ്ര പരാജയപ്പെട്ടതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കഞ്ചാവ് സംഘങ്ങൾ അടുത്തടുത്ത് നടത്തിയ 2 കൊലപാതകങ്ങൾ. പല സ്റ്റേഷനുകളിലും ചില പോലീസുകാർ കഞ്ചാവ് മാഫിയയുമായി ഒത്തുകളിക്കുന്നുമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.